കമല എന്ന ഈ പെണ്ണ് വിവാഹശേഷം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് വിവാഹം കഴിഞ്ഞ ഉടനെ ദുബായിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നു. ദുബായിൽ ചെന്നിട്ട് ഒരു തവണ പോലും ഇവക്ക് ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല. ഇവക്ക് ചെവി കേൾക്കില്ലാത്തത് കൊണ്ട് ഇവള് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇവളെ എല്ലാരും ഇൻസൾട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവൾ ഒരു ഡോക്ടറിനെ ചെന്ന് കാണുന്നു. ആ ഡോക്ടർ ഹിയറിംഗ് മെഷീൻ വാങ്ങിക്കണമെങ്കിൽ 15,000 രൂപ വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് അവള് കുറേശ്ശെ പൈസ സേവ് ചെയ്ത് ഹിയറിംഗ് മെഷീന് വേണ്ടിയിട്ട് റെഡിയാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അവളുടെ ഹസ്ബൻഡിനെ ഓർത്തൊരു ദിവസം അവള് കരയുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യൻ പറയുന്നു, അയാളുടെ മകനും ദുബായിലാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയും ആ നമ്പർ വാങ്ങിച്ചു തരാം, നീ നിന്റെ ഹസ്ബൻഡിന് കോൾ ചെയ്ത് സംസാരിക്കാം എന്നും പറയുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഹസ്ബൻഡിന് നമ്പർ വാങ്ങിച്ച് കമലയുടെ കയ്യിൽ കൊടുക്കുന്നു. കമല ആ നമ്പർ കിട്ടിയ സന്തോഷത്തിൽ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ ചെന്നിട്ട് അവളുടെ ഹസ്ബൻഡിനെ വിളിക്കാൻ പറയുന്നു. അവൾക്ക് ചെവി കേൾക്കില്ലാത്തത് കൊണ്ട് ആ കടയിലുള്ള മനുഷ്യൻ തന്നെ അയാളോട് സംസാരിക്കുന്നു. എന്നിട്ട് കമലയോട് നിന്റെ ഹസ്ബൻഡ് സുഖമായിട്ടാണ് ഇരിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിന്നെ കാണാനായിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് കമലയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നു. എന്നിട്ട് അവൾ സേവ് ചെയ്തിരുന്ന പൈസ കൊണ്ടുപോയി ഒരു ഹിയറിംഗ് മെഷീൻ വാങ്ങിയിട്ട് അവളുടെ ഹസ്ബൻഡിനെ അവൾ കോൾ ചെയ്യുന്നു. പേര് കേട്ട ഉടനെ അവളുടെ ഹസ്ബൻഡ് ആ ചെവി കേൾക്കില്ലാത്ത അവളോട് നിങ്ങൾ പറഞ്ഞേരെ എന്നെ ഇനി ശല്യം ചെയ്യരുത്, ഞാൻ ഈ ദുബൈയിൽ തന്നെ സെറ്റിലായി, ഞാൻ വേറെ കല്യാണം കഴിച്ചെന്ന് അവളോട് പറയണമെന്ന് പറയുന്നു. അത് കേട്ടപ്പോഴത്തേനും ഇവക്ക് ഒത്തിരി സങ്കടമാകുന്നു. ആക്ച്വലി ആ കടയിലുള്ള മനുഷ്യൻ കോൾ ചെയ്തപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കമല വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഒരു ദിവസം മഴ കാരണം വീട്ടിനുള്ളിൽ മുഴുവനും വെള്ളമായതുകൊണ്ട് അവൾ അവിടുന്ന് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. പുറത്തു വന്ന് നോക്കിയപ്പോ അവളുടെ കുഞ്ഞിന്റെ കയ്യില് ഇവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ഹിയറിംഗ് മെഷീൻ ഇരിക്കുന്നത് ഇവൾ കാണുന്നു. അത് കണ്ടപ്പോഴത്തേനും അവൾക്ക് ഒത്തിരി സന്തോഷമാകുന്നു. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇനി ജീവിക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു.